അത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിപ്പോൾ വേറെ ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഫുൾ ടൈം നിൽക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മൂമ്മ എന്തായാലും വാടക വീട്ടിലൊന്നും വരത്തില്ല. ഞാൻ ചോദിച്ചു നോക്കിയ കാര്യമാണ്, അമ്മൂമ്മ വരത്തില്ല. ഈ വീട് വിട്ട് അമ്മൂമ്മ എവിടെയും പോകത്തില്ല. ഞാനും എൻ്റെ അപ്പൂപ്പനിൽ നിന്ന വീടാണ് ഇവിടെ, ഞാൻ ഇവിടെ വിട്ട് എവിടെയും പോകത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ. പക്ഷേ അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ അവർക്ക് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ അടുത്ത് വല്ലതും ഇനി നോക്കണം, എവിടെയെങ്കിലും വാടകയ്ക്ക് നിൽക്കാൻ പറ്റുമോ. പെട്ടെന്ന് ഇനി അടുത്ത കുറേ പേര് പറഞ്ഞു വരുമായിരിക്കും, തന്നെ അമ്മൂമ്മേനെ കളഞ്ഞിട്ട് പോയാണെന്ന്. എനിക്കിപ്പോൾ ഇവിടെ കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു സെക്കൻഡ് ഗൈസ്. നാട്ടിൽ അമ്മൂമ്മേനെ നോക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നീ അവരെ കളഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വരുമായിരിക്കും. അതൊന്നും കുഴപ്പമില്ല. എനിക്കെൻ്റെ കൊച്ചിൻ്റെ കാര്യമാണ് ഇപ്പോൾ മെയിൻലി ഇമ്പോർട്ടൻറ്റ്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. തൻവി സുധീർ ഘോഷ്, തൻവിയുടെ ഇന്നലത്തെ വീഡിയോ, ഈ ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ള ചെറിയൊരു പോർഷൻ കാണിച്ചിട്ടുള്ള ഇന്നലത്തെ വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ളത് അറിയില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന ഒരു വീഡിയോ അല്ല. ഞാൻ ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കി നടന്നിട്ടല്ല ഞാൻ ഈ ഒരു വിഷയം അറിഞ്ഞത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നു നിങ്ങളുടെ സ്വന്തം മനോരമ ഓൺലൈൻ. നിങ്ങളുടെ സ്വന്തം എന്ന് വെച്ചാൽ എന്നെ കാണുന്ന പ്രേക്ഷകരോടല്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുള്ള കോണ്ടൻറ്റ് ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളോട് എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ദിവസം മുന്നേ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ എതിരെയൊക്കെ മറ്റേ ഈ ഫാമിലി വ്ളോഗേഴ്സും മറ്റവരൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ആരുടെയും ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ചെന്ന് അവിടെ എന്താ നടക്കുന്നത് എന്ന് നോക്കി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന ഒരു വിഷയമല്ല. മനോരമ ഓൺലൈൻ, നിങ്ങളുടെ സ്വന്തം, അവരുടെ സ്വന്തം മനോരമ ഓൺലൈനിൽ വന്നിട്ടൊരു ന്യൂസാണ്. തൻവീൻ്റെയും പിന്നെ നടുക്കുന്ന നമ്മുടെ അമ്മൂമ്മ വസന്ത അമ്മൂമ്മയുടെയും ഫോട്ടോ ഉണ്ട്. വീട്ടിലെ അന്തരീക്ഷം പ്രശ്നം, അമ്മൂമ്മയുടെ അടുത്ത് നിന്ന് താമസം മാറുന്നുവെന്ന് തൻവി. അഹാന അന്നേ പറഞ്ഞതല്ലേ എന്ന് വിമർശകർ എന്ന് പറഞ്ഞിട്ട് മനോരമ ഓൺലൈനിലൊരു ന്യൂസ് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ വിഷയം അറിഞ്ഞത്. നോക്കിയപ്പോൾ അവരുടെ ചാനലിൽ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തതെന്ന് ഞാൻ അതിനൊരു നട്ട്ഷെൽ എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. ഇവർക്ക് ആ വീട്ടിൽ അന്തരീക്ഷം പിടിക്കുന്നില്ല, അവരവിടുന്ന് താമസം മാറുന്നു. അവരതിനുള്ള എക്സ്പ്ലനേഷൻ ത്രൂ ഔട്ട് ഇങ്ങനെ മെഴുകി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഷീ നോസ് വെരി വെൽ ഇതെങ്ങനെ രീതിയിൽ സോഷ്യൽ മീഡിയ എടുക്കും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ അവർ പറഞ്ഞു പറയാണ്. പക്ഷേ അതിലൊരു റീസൺ അവർ പറയുന്നത് കുട്ടിക്ക് സുഖമില്ല എന്നാണ്. കുട്ടിക്ക് എനിക്ക് മനസ്സിലാവുന്നത്, ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് ഞാൻ കുട്ടിയെ കാണിക്കുന്നില്ല, വീഡിയോ കണ്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ കുട്ടിക്ക് തക്കാളിപ്പനി അല്ലെങ്കിൽ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസാണെന്ന് തോന്നുന്നുണ്ട്. ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വരുന്ന ഒരു തരം ഇൻഫെക്ഷനാണ്, വൈറൽ ഇൻഫെക്ഷനാണ്. ഈ മുട്ടിലും ഇതൊക്കെ ഉണ്ടാവും. കാരണം അത്യാവശ്യം പെയിൻഫുള്ളാണ്. നാക്കിലും തൊണ്ടയിലൊക്കെ ഈ കുരുവുകൾ, ഈ ചെറിയ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവും, പിന്നെ ഇതുണ്ടാവും. ഭയങ്കര പെയിൻഫുള്ളാണ്. പനി ഉണ്ടാവും. കുട്ടികൾക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത വരുന്ന ഒരു സമയമാണ്. ഇൻഫാൻസിനാണ് അത് വരിക. ഡോക്ടറായിട്ടല്ല ഞാൻ പറയുക, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ തക്കാളിപ്പനി. തന്നെയല്ലേ മലയാളം നിൽക്കില്ല, ഹാൻഡ് ഫുട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം കുട്ടികൾക്ക് വന്ന സമയത്ത്. അപ്പോൾ നീ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, സോറി ഫോർ ദിസ്. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അസുഖമാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഇത് തന്നെയാണ് കമൻറ്റ് ബോക്സിലും ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ തൻവി അവിടുന്ന് മാറുകയാണെന്ന് പറയുന്നുണ്ട്. ഇത് എവിടെയാണ് ഇത് സംഭവം വിവാദമാവുന്നതെന്നറിയോ? കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷനിലുണ്ടായിട്ടുള്ളൊരു വിഷയമാണ്. അത് സ്റ്റാർട്ട് ചെയ്ത വ്യക്തി തൻവി തന്നെയാണ്. ഞാൻ അന്ന് തൻവിയെ സപ്പോർട്ട് ചെയ്തതാണ്. തൻവിനെയാണ് നമ്മളൊക്കെ ഇതെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ ജസ്റ്റ് തോന്നുക, കാരണം തൻവി ഇത് കൊണ്ടുവന്ന് ഇടാൻ വേണ്ടി, കാരണം അന്ന് ഈ ഒരു സംഭവം തൻവി തന്നെയാണ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടു. ചെറിയൊരു കാര്യത്തിലൂടെ പറഞ്ഞു. കാരണം പല ആൾക്കാരും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ അവരോടുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെയും ഇവിടെയും തൊടാതെ അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഉള്ളിൽ എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ, നമുക്ക് ആർക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. കാരണം നമ്മളൊക്കെ ഈ ഒരു ഇതിൽ വരുന്നത് മാത്രമേ കാണുന്നുള്ളൂ. ഈ ഒരു വിഷയത്തിലും അതെ, എൻ്റെ ഒരു ഊഹം, എനിക്കൊരു 70-30 ചാൻസ്, ഒരു 70% അവർ താമസം മാറാനുള്ള കാരണമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, പണ്ട് അഹാന പറഞ്ഞ പോലെ അധികം ദിവസം അമ്മൂമ്മേനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം പറഞ്ഞിരുന്നു. അതിന് ഒരുപാട് എവിഡൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വന്നിരുന്നു. പക്ഷേ അവർ പ്രസൻറ്റ് ചെയ്ത രീതിയും അവർ ചെയ്ത ചില കാര്യങ്ങളും പിന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം കൊണ്ടാണ് ചില ആൾക്കാർക്ക് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. എന്തായാലും വീട്ടിലെ അന്തരീക്ഷം പ്രശ്നം എന്ന് പറഞ്ഞിട്ട് മനോരമ പറയുന്നു. ഇനി തൻവിയുടെ വീഡിയോ വെച്ച് കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തുടക്കം തൊട്ടന്നെ പറയണമെന്നുണ്ട്.
ഇത് കാണാൻ താല്പര്യമുള്ളവർ കാണുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇതുപോലത്തെ വീഡിയോസിന് വ്യൂസ് കൂടുതൽ. എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാം, ഞാൻ കഴിഞ്ഞ കുറച്ച് സമയം മുന്നേ ഭയങ്കര നല്ല നല്ല ടോപ്പിക്സ് ചെയ്തു. ഈ കുട്ടികളുടെ പാരൻറ്റിങ്, മറ്റേ മകള് അച്ഛനെതിരെ വ്യാജ പരാതി കൊടുത്തത്, പിന്നെ അങ്ങനത്തെ സോഷ്യൽ മിസ്സിങ് കേസ്, ഇതിനൊക്കെ 1000 ചില്ലാനും 1100 1200 വ്യൂസേ ഉള്ളൂ. നേരെ മറിച്ച് അഖിൽ NRD അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോസിന് വ്യൂസിന് 1.5 ലക്ഷം 2 ലക്ഷം 2.5 ലക്ഷമൊക്കെയാണ് വ്യൂസ് പോകുന്നത്. അപ്പോൾ സി വാട്ട് മൈ വ്യൂവേഴ്സ് ഡിമാൻഡ്, അതാണ് എൻ്റെ ഒരു സ്ഥിതി. നമ്മളിത് ചെയ്യുന്നത് വ്യൂസിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഡെഫിനറ്റ്ലി അത് സാമ്പത്തികം മാത്രമല്ല, നമുക്ക് മോറലി നമുക്കൊരു ബൂസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മളെ വ്യൂവേഴ്സിന് വേണ്ട സംഭവം കൊടുക്കുക എന്നുള്ള കണ്ടീഷനിലാണ് ഈ വക വീഡിയോസ് ചെയ്യൂട്ടോ. സീരിയസ് ടോപ്പിക്സ് ചെയ്യാതിരിക്കില്ല, പക്ഷേ സീരിയസ് ടോപ്പിക്സ് ചെയ്തിട്ട് കാര്യമില്ല, കാണാൻ ആളില്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്ക് അങ്ങനത്തെ ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട് എനിക്ക് വ്യൂസ് ഉണ്ടാക്കിയാൽ അപ്പോൾ നമ്മൾ ചെയ്യും. അല്ലാതെ ആരെങ്കിലും ചെയ്യുമോ? നിങ്ങൾ എൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നതായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ തൻവിയുടെ വീഡിയോയിലേക്ക് കിടക്കാം. തൻവി ഒരുപാട് മെഴുകുന്നു, നോക്കാം. ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് നമുക്ക് പിന്നീട് പോവാം. ആദ്യം തൻവിയുടെ വീഡിയോ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വ്ളോഗൊന്നും ഇടുന്നില്ലായിരുന്നു. അതിന് റീസൺ എന്ന് വെച്ചാൽ ഇവിടുത്തെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എന്തൊക്കെയൊക്കെയോ ഈ വീട്ടിൽ പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ എന്തോ കൊച്ചിനെ കടിക്കുന്നുണ്ട്, കൊച്ചിന് എന്തൊക്കെയോ ഇൻഫെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ബാക്കിലാണിങ്ങനെ. ഈ കുട്ടിയുടെ ഫോട്ടോസും വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. ഷീ ഈസ് ഫ്രസ്ട്രേറ്റഡ്. എനിക്ക് എൻ്റെ ഒരു ഇതിൽ അവരുടെ മുഖഭാവത്തുനിന്ന് മനസ്സിലാവുന്നത് എക്സ്ട്രീംലി ഫ്രസ്ട്രേറ്റഡ് ആണ്. അവരുടെ മാനസിക നില ആകെ തകർന്ന ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു അച്ഛനാണ്, എൻ്റെ വീട്ടിൽ ഒരു ഭാര്യ അമ്മ ഉണ്ട്. കുട്ടികൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തകരും അങ്ങനെ. പക്ഷേ ഇതുപോലത്തെ ഇപ്പോൾ അവർ കാണിക്കുന്ന പോലത്തെ അസുഖം അവരുടെ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വിഷ്വൽസൊക്കെ അതില്ല, കുട്ടിയുടെ പിന്നെ ഞാൻ വെക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു വിഷ്വൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കുള്ളത് ഈ അസുഖമാണെന്നുള്ളതും അതിന് ഇതുപോലൊരു സംഭവം വന്ന് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ, അതായത് സ്വന്തം ജീവിതത്തിലെ പ്രൈവസി വിറ്റ് പൈസ ഉണ്ടാക്കി അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലത്തെ സംഭവം വരുന്ന സമയത്ത് അവരുടെ ആൾക്കാരുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കാൻ കഴിയില്ല. ബിക്കോസ് അവർ സർവൈവ് ചെയ്യുന്നത് അവരുടെ സ്വകാര്യത വിറ്റിട്ടാണ്. മനസ്സിലായോ? ഏറ്റവും പേഴ്സണലായിട്ട് നമ്മൾ വെക്കുന്ന സംഭവങ്ങൾ, സാധാരണ മനുഷ്യനാണ് ഇതൊന്നും ആൾക്കാരുടെ മുന്നിൽ, ഒരു ബന്ധമില്ലാത്ത ആൾക്കാരുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമോ അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത എന്നെപ്പോലുള്ള ആൾക്കാർ വന്നിട്ട് പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല. ബിക്കോസ് യു ആർ സെല്ലിങ് യുവർ പ്രൈവസി ആൻഡ് ദാറ്റ് ഈസ് ഓൺലി റീസൺ ദാറ്റ് നിങ്ങൾ ഇതുപോലെ സഫർ ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഓൾറെഡി യു മൈറ്റ് ബി ഹാവിങ് സം സോർട്ട് ഓഫ് മെൻ്റൽ ടെൻഷൻ. അവർക്ക് മെൻ്റൽ ഇഷ്യൂസ് ഉണ്ട്, അവർക്ക് മെൻ്റൽ ഇഷ്യൂ ഇൻ ദ സെൻസ് അവർക്ക് മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്. അമ്മമ്മയുടെയാണോ ഇനി വേറെ പ്രശ്നങ്ങളാണോ വീട്ടിലെ പ്രശ്നങ്ങളാണോ എന്താണെന്നുള്ള അറിയില്ല. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തിൻ്റെ മുകളിൽ പ്രശ്നം എന്നുള്ള കണ്ടീഷനിൽ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ വിഷമം തോന്നും. ഇതൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ, എക്സ്ട്രീംലി പേഴ്സണൽ കാര്യങ്ങൾ, പ്രൈവറ്റ് കാര്യങ്ങൾ ഇതുപോലെ വന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു പക്ഷേ അന്ന് അമ്മമ്മയുടെ ഈ വിഷയം അവർ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതൊന്നും വിഷയമാവില്ലായിരുന്നു, ഇതൊന്നും പ്രശ്നമാവില്ലായിരുന്നു, അവർക്ക് ഇതൊന്നും ഒരു വിഷയമാവില്ലായിരുന്നു. നമ്മളാരും ചകഞ്ഞ് കണ്ടുപിടിച്ചതല്ല. ബിക്കോസ് പീപ്പിൾ ആർ യൂസ് ടു സീയിങ് യു. ആൾക്കാർ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ഇവർ നോക്കി കാണുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അവർ കമൻറ്റ് ബോക്സിൽ എഴുതി വെക്കുന്നു. കമൻറ്റ് ബോക്സിൽ നിന്നാണ് മനോരമ ഓൺലൈൻ പോലത്തെ ആൾക്കാരാണെങ്കിൽ നമ്മളാണെങ്കിൽ എല്ലാവരും എടുത്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഡോണ്ട് ബ്ലെയിം, നമ്മളെ പറയരുത്. ഞാൻ ഇത്രയേ ഉള്ളൂ, അല്ല പറയാനുള്ളവർ പറയും, ഇത്രേ പറയുന്നുള്ളൂ. അവരുടെ പ്രൈവസി അവർ കാത്തു സൂക്ഷിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും നമ്മളൊന്നും ഇതുപോലത്തെ ആവശ്യങ്ങൾ നമ്മൾ കമൻറ്റ് ചെയ്യില്ലായിരുന്നു. ബാക്കി കേൾക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കിംസിലും അല്ലാതെ ഡോക്ടർ പ്രദീപ് എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ അടുത്തും അങ്ങനെ ഇങ്ങനെ മാറി മാറി ഓരോ ഡോക്ടറിൻ്റെ അടുത്തും മോള് കാണിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 വീക്സായിട്ട് ഞാനിങ്ങനെ കിടന്ന് അനുഭവിക്കുക. രാത്രി മോൾ ഉറങ്ങുന്നില്ല, പാവമായിട്ടുള്ള ഒരു കുഞ്ഞാണ്. അപ്പോൾ ഇവൾ ഉറങ്ങുന്നില്ല, ഇവൾ എണീച്ച് കരയുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ മാക്സിമം നോക്കി സ്പ്രേ ഒക്കെ അടിച്ചു പിള്ളേരുടെ എണ്ണ ഇട്ട് നോക്കി, എല്ലാം ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു. എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല. ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അപ്പോൾ അതെന്താണെന്നൊന്ന് ഫിഗർ ഔട്ട്. ഈ വീട്ടിലെ പ്രശ്നം എന്താണെന്നുള്ളത് അഹാന പറഞ്ഞു എന്നാണ് കമൻറ്റ് ബോക്സ് പറയുന്നത്. അഹാന വെരി വെൽ ഇൻ അഡ്വാൻസ് ഇത് വാൺ ചെയ്തിരുന്നു. അധിക ദിവസം ഇവർക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. ആ വസന്ത അമ്മമ്മയെ സഹിച്ച് അധികം ദിവസം ഇവർക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. മുന്നേ തന്നെ ഇവർ മാറുമെന്നുള്ളത് ആ ഒരു വിഷയം വന്ന സമയത്ത് തന്നെ ഒരുവിധം എല്ലാവരും വിധി എഴുതിയിരുന്നു. ഇന്ന് വരെ എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇപ്പം ഞാൻ 2 ഡേയ്സ് ഒന്ന് മാറി നിന്ന് നോക്കാൻ പോവുകയാണ് കുഞ്ഞിന് എന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലേ എന്ന്. കാരണം ഞാൻ ആദ്യം വിചാരിച്ചു ഇനി ലിയാൻ വല്ലതും സ്കൂളിൽ നിന്ന് വല്ലതും പനി വല്ലതും കൊണ്ടുവന്നതാണോ, ഒന്നും അറിയാൻ വയ്യ. അപ്പോൾ ഇപ്പോൾ ഈ കുഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് അതിനായിരിക്കും. കാരണം മൂത്ത കുട്ടികൾ അങ്ങനെയാണ്, മൂത്ത കുട്ടികൾ അതും ഇതൊക്കെ കൊണ്ടുവരും. ഈ
ഹാൻഡ് ഫുഡ് മൗത്ത് അങ്ങനെ തന്നെയാണ് വരിക. ഇൻഫാൻസിന് അങ്ങനെ വരിക എന്ന് എനിക്ക് മനസ്സിലാവുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവർ കാനഡയിലൊക്കെ ജീവിച്ച ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞ പോലെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പൊടിയൊക്കെ അവർക്ക് പറ്റില്ല. കാരണം അവർ യൂസ് ടു ലിവിങ് ഇൻ എ വെരി ഗുഡ്, നല്ലൊരു കണ്ടീഷനാണ്. ഇതൊരു പഴയ വീടാണ്, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ആൾക്കാർ ഏറ്റവും കൂടുതൽ പറയുന്നതും എനിക്ക് പോലും തോന്നുന്നത്, അവരുടെ സംസാരം ഇത്രയധികം ഇമോഷണലായിട്ട് സംസാരിക്കുന്ന കാണുന്ന സമയത്ത് ഷീസ് ഹാവിങ് സം സോർട്ട് ഓഫ് അതർ പ്രോബ്ലം, വേറെ എന്തോ ഒരു വിഷയമുണ്ട്. അത് ഓൾറെഡി അമ്മമ്മ അങ്ങനെ ഒരു വ്യക്തി പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് അതായിരിക്കാനാണ് ചാൻസസ് കിട്ടും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നില്ല. ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാവും, എല്ലാവരുടെ ലൈഫിൽ ഇതുണ്ട്. ഇതില്ലാത്തവരാരുമില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിലും എൻ്റെ പ്രശ്നങ്ങൾ നിങ്ങളെല്ലാം കാണുന്നവരൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിലില്ലേ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അത് മൂന്നാമതൊരാൾ പറയുന്ന സമയത്താണ് അവരുടെ അഭിപ്രായം നമ്മൾ കേൾക്കേണ്ട സിറ്റുവേഷൻ വരിക. അതൊരു ഗതികേടാണ്. ആ ഗതികേട് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇറങ്ങത്തില്ല. കയ്യിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പം കരച്ചിൽ തുടങ്ങും. പോട്ട് പോട്ട് പോട്ട്. കൈ നിറക്കുന്ന സമയത്ത് ആ കുട്ടി കരയും. കുട്ടിയെ കാണിക്കുന്നതിലൊക്കെ കൈ നിറക്കുന്ന സമയത്ത് കുട്ടി കരയുന്നുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ അവർ നേരെ ഇരുത്തുന്ന സമയത്ത് ആ കുട്ടി കരച്ചിൽ നിർത്തുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ കണ്ടു. നിങ്ങൾ കണ്ടവർ കമൻറ്റ് ചെയ്യും. പോട്ടെ 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 പോട്ടെ. കൊച്ചിന് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. ഇതിപ്പോൾ അതാ ഓൾറെഡി ഓക്കെ, അവർ അതിൻ്റെ ആ കുട്ടിയുടെ വിഷമം ഇത് കാണിക്കുക. ഞാൻ ബ്ലർ ചെയ്താൽ മീൻസ് എന്തൊക്കെയാണ് പറ്റുന്നത്. അപ്പം ഞാൻ കുറേ ഡിഫറെൻറ്റ് വേസ് ട്രൈ ചെയ്തു. പിന്നെ മോക്ക് ഇത് വേഴ്സ് ആവുന്നതേ ഉള്ളൂ, കുറയുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ നോക്കുക, ഇനി മാറിയില്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കുമ്പോൾ ഇത് മാറുകയാണെങ്കിൽ ഈ വീട്ടിൻ്റെ എന്തോ പ്രശ്നമാണ്. അപ്പോൾ ഇതെന്താ ഫിഗർ ഔട്ട് ചെയ്യുന്നത് എന്ന് വരെ ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം മോക്ക് ഇങ്ങനെ പോയാൽ ഡോക്ടർ പറഞ്ഞ ചിലപ്പോൾ ഇനി ഡെങ്കു വല്ലതും വരും. അങ്ങനെ ഈ വീട്ടിൽ എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞുകൂടാതെ പോയാൽ, കാരണം നമുക്ക് ചെസ്റ്റും ബാക്കും എല്ലായിടവും പ്രശ്നമാണ്. ഈ കുടിക്കൊഞ്ഞിങ്ങനെ കിടന്ന് കരയുന്ന കാണുമ്പോൾ എനിക്ക് നല്ല വിഷമമാണ്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നോക്കുന്നുണ്ട്, ഇപ്പോൾ പതുക്കെ നോക്കുന്നുണ്ട് വേറെ എങ്ങോട്ടെങ്കിലും കുറച്ച് നാളെ മാറി നിൽക്കാൻ പറ്റുമോ എന്നോ, അല്ലെങ്കിൽ ഒരു 3-4 ദിവസം വല്ലോ ഏതെങ്കിലും നല്ല സ്ഥലത്ത് വല്ലോ റെൻറ്റും കാര്യങ്ങളും നോക്കണം. നോക്കിയിട്ട് ഇവർക്ക് എങ്ങനെ ഉണ്ടോയെന്ന് നോക്കണം. ഇവിടെ ഓക്കെ ആയി ഇവിടെ എന്താണ് ഇഷ്യൂ എന്ന് ഏതെങ്കിലും ഒരു ഡീപ്പ് ക്ലീനിങ് ഏജൻസിയെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിപ്പോൾ വേറെ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഫുൾ ടൈം നിൽക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മൂമ്മ എന്തായാലും വാടക വീട്ടിലൊന്നും വരത്തില്ല. ഞാൻ ചോദിച്ചു നോക്കിയ കാര്യമാണ്, അമ്മൂമ്മ വരത്തില്ല. ഈ വീട് വിട്ട് അമ്മൂമ്മ എവിടെയും പോകത്തില്ല. ഞാനും എൻ്റെ അപ്പൂപ്പനിൽ നിന്ന വീടാണ് ഇവിടെ, ഞാൻ ഇവിടെ വിട്ട് എവിടെയും പോകത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ശരി ഓക്കെ. പക്ഷേ അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ അവർക്ക് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ അടുത്ത് വല്ലതും ഇനി നോക്കണം, എവിടെയെങ്കിലും വാടകയ്ക്ക് നിൽക്കാൻ പറ്റുമോ, പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് പോയി വരാനും. അത് മാത്രമല്ല ഇപ്പോൾ ഗ്രോസറീസും കാര്യങ്ങളും ഇപ്പോൾ സംഭവം അവിടെ നിന്ന് ഇറങ്ങി. സിമ്പിൾ, ഇത്ര തന്നെ ഉള്ളൂ. ഇനി ഇതിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടോളൂ. എന്നാലും തൻവിയുടെ അമ്മയെ സമ്മതിക്കണം. മോൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടും ഒന്ന് വരാനോ സഹായിക്കാനോ ഒന്നും തോന്നുന്നില്ല. ഭയങ്കര മനസ്സാണ് അല്ലേ. 1200 ലൈക്ക് കിട്ടിയൊരു കമൻറ്റാണ്. ഇവരുടെയൊക്കെ ഒരു ഗതികേട് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നാട്ടുകാരെ അറിയിക്കണം, എല്ലാ യൂട്യൂബർമാർക്കും. ശരി. പിന്നെ അസുഖം വരുമ്പോൾ എല്ലാവരും വീട് മാറി പോവുകയല്ലേ. അമ്മൂമ്മയുടെ കൂടെ നിൽക്കാൻ വയ്യ. അതിനുള്ള ഒരു കാരണം അമ്മൂമ്മയ്ക്ക് ഇപ്പോൾ ആരും ഇല്ലാണ്ടായി. 2 ആഴ്ച നിൽക്കും. തക്കാളിപ്പനിയാണ് കുട്ടി പറഞ്ഞു. യെസ്, അതാണ് കേട്ടോ. വീടിനെ കുറ്റം പറയുന്നത് ഈ പ്രായത്തിൽ ഇതൊക്കെ നോർമലാണ്. തൻവി കൂടുതൽ പാനിക് ആവരുത്, അലർജിയാണ്, തക്കാളിപ്പനിയാണ്. ഇത്രയും പ്രോബ്ലമാറ്റിക് പേഴ്സണെ സഹിക്കാൻ വലിയ പാടാണ്. എന്നിട്ടും കുറേ കാലം സിന്ധു ആൻഡ് ഫാമിലി അവരെ നന്നായി തന്നെ നോക്കിയതുമാണ്. പുറം നാട്ടിൽ നിന്നും അവരെ വിമർശിക്കാനും അവരെ ആവേശം മൂത്ത് ഏറ്റെടുക്കാനും എളുപ്പമാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ, ഡയലോഗ് അടിക്കും പോലെ ഈസി അല്ല അവരെ മാനേജ് ചെയ്യുന്നത് എന്ന്. വീടങ്ങ് ഡീപ്പ് ക്ലീനിങ്ങിന് കൊടുത്താൽ അവിടം അമ്മൂമ്മയെ നോക്കി താമസിക്കാമല്ലോ. വെറുതെ കുഞ്ഞുങ്ങളെ വെച്ച് കാരണമുണ്ടാക്കേണ്ട. നിങ്ങൾ കരുതും പോലെ ആരും അത്ര മണ്ടന്മാരല്ല. ആളുകൾക്ക് ഒക്കെ കാര്യം മനസ്സിലാകും. പിന്നെ സിന്ധുവിനെ ഒരുപാട് കരിവാരി തേച്ചതല്ലേ. മക്കൾക്ക് പ്രശ്നം വന്നപ്പോൾ അവരുടെ കൂടെ നിന്നു, അമ്മയെ നോക്കിയില്ല എന്നൊക്കെ. ഇപ്പോൾ എന്തേ തനിക്കും മക്കൾ ആയോ? കുട്ടിക്കാലം തൊട്ട് നോക്കിയ അമ്മൂമ്മയേക്കാൾ വലുതാണോ? ഇതാണ് ചോദ്യം. അതല്ലേ അഹാന ഒരു വീഡിയോയിൽ പറഞ്ഞത്, കുഞ്ഞിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ക്ലീൻ ചെയ്യണമെന്ന്. അപ്പോൾ എല്ലാവരും അവരുടെ മണ്ടയ്ക്ക് കയറി. നിനക്ക് നിൻ്റെ കുഞ്ഞ് വലുത്, അതേപോലെ തന്നെ സിന്ധുവിന് അഹാന വലുത്. അവിടെ നോക്കിയാലും വളർത്തിയവരും ഒന്നും ഉണ്ടാവില്ല. തൻവി കമൻ്റ് എല്ലാം വായിച്ച് കാണുമല്ലോ, മിക്കവാറും തക്കാളിപ്പനി ആയിരിക്കും. ആ അമ്മൂമ്മയുടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ ഡയലോഗായിരുന്നു. ഇപ്പോൾ അതേ വീട് വിട്ടു പോകുന്നു. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. കൊണ്ടോടാൻ നോക്കിയാൽ അതിന് ടൈം കാണും. വീടിനെ കുറ്റം പറയാതെ ഡീപ്പ് ക്ലീൻ ചെയ്യാതെ ടീമുണ്ട്, അതൊക്കെ പോട്ടെ. തൻവി വിഷമിക്കേണ്ട, തക്കാളിപ്പനി. അഹാന പറഞ്ഞ്
അഹാന പറഞ്ഞത് ഓർമ്മയുണ്ടോ? കുഞ്ഞ് വരുന്നതാണ്, അത് ക്ലീൻ ചെയ്യണമെന്ന്. നീ എന്താ ചെയ്തത് മുതലാക്കാൻ നോക്കി അവർക്കെതിരെ വീഡിയോ ചെയ്യിച്ചു. ഇതുപോലെ നിനക്ക് പല ബുദ്ധിമുട്ടുണ്ടാകും, അപ്പോൾ നീ മനസ്സിലാക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ കിടന്നാൽ രാപ്പനി അറിയോ? അനുഭവമുള്ളവർ പറയുമ്പോൾ നല്ല പിള്ള ചമയരുത്. മോളെ വീടിന് പ്രശ്നമില്ല, തക്കാളി പ്രശ്നമില്ല, കുഞ്ഞുങ്ങൾക്ക് ഇത്രയൊക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ്. ഇതിൻ്റെ പേരിൽ വീട് മാറി താമസിക്കാൻ ഒരവസരം കിട്ടിയതുപോലെ തോന്നി തൻവി അച്ചോടാ. അപ്പോൾ അമ്മൂമ്മ ഒറ്റയ്ക്കാവില്ലേ? മുമ്പ് എന്തൊരു കൺസേൺ ആയിരുന്നു, ഇപ്പോൾ ആക്ച്വലി ഉണ്ടായത് തൻവിയുടെ അടപ്പ് തെറിച്ചു. ഇതൊക്കെ തന്നെയല്ലേ അഹാനയും പറഞ്ഞത്. ആദ്യത്തെ ആവേശമൊക്കെ പോയി കാണുമല്ലോ, അമ്മൂമ്മയുമായിട്ട് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതായി കാണും. അമ്മൂമ്മ എന്നും പറഞ്ഞ് കുറേ വിളമ്പിയതല്ലേ, അതിൻ്റെ ചമ്മൽ കാണും. നേരിട്ട് പറയാൻ മാറി താമസിക്കാൻ കുഞ്ഞിൻ്റെ കാരണം പറയുന്നു. പാവം ആ അമ്മൂമ്മയെ എരി കയറ്റി പെരുവഴിയിലാക്കി. ഇത് പ്രതീക്ഷിച്ചതാണ്, ന്യായീകരിച്ച് മൊഴികണ്ട. അമ്മൂമ്മയെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായി. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഓക്കെ, നല്ല കോമഡി ആയിട്ടുണ്ട്, ബ്രില്യൻറ്റ് ആയിട്ടുണ്ട്. ബാക്കി ജോലിക്ക് ആളെ നമ്മളിപ്പോൾ ഒരാൾ നിർത്തിയിട്ടുണ്ട്, പുതിയൊരാൾ വീട്ടോടെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അവരെ കൊണ്ട് അവർക്ക് ഇപ്പോൾ ഇനി ഗ്രോസറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ മാത്രം വന്ന് മേടിക്കണം, കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവരുന്നില്ല. കാരണം ഇതിപ്പോൾ പോട്ടെ ഇതിപ്പോൾ എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് മോളിങ്ങനെ കാണുന്നത് എനിക്ക് കയ്യിൽ നിന്ന് ഇറങ്ങുന്നില്ല ഈ കൊച്ച്. അപ്പോൾ എന്താണ് എനിക്ക് അറിഞ്ഞുകൂടെ ഈ വീട്ടിൽ എന്താ പ്രശ്നം. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ റൂം വൃത്തിയാക്കിയിട്ടാണ് ഇട്ടേക്കുന്നത്. ഞാൻ വേറെ റൂം, നമ്മൾ ഈ റൂം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ നമ്മൾ 4 പേരും. പക്ഷേ ഈ കുഞ്ഞിനെ മാത്രം നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലിയനെ അങ്ങനെ എഫക്റ്റ് ചെയ്യുന്നില്ല, വല്ലപ്പോഴും കൊതുകടിയൊക്കെ വരുന്നുള്ളൂ. നമുക്കും ഒന്നുമില്ല, എൻ്റെ മുഖത്തൊന്നുമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല, കാലിലൊന്നുമില്ല. പക്ഷെ കുഞ്ഞിനെ നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ വീട്ടിൽ എന്തൊക്കെയോ ഉണ്ട്. വീട് മാറുന്നൊരു കാര്യം വളരെ പെട്ടെന്ന് നിർത്താവുന്ന സംഭവം അത്യാവശ്യം നല്ല രീതിയിൽ വലിച്ചു നീട്ടിയിട്ടുണ്ട്. ഞാൻ ആ ഒരു ആൾക്കാരെ പറ്റി പറയുന്നത് കാര്യം ഉണ്ട്, അതും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളും വലിച്ചു നീട്ടുന്നത്. ഞാൻ ഒരു സാധനം എവിടെയെങ്കിലും ഒരു 3-4 ദിവസം ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചാൽ തന്നെ അവിടെ പൂപ്പലൊക്കെ അടിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ എന്തൊക്കെയോ ഫംഗസോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ചെതലുണ്ട്, അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇരിക്കുക. അപ്പോൾ ഈ കുഞ്ഞിനെ എത്രയോ ആൾക്കാർ ചെതലൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ തട്ടുക, വല്ല ഡീപ്പ് ക്ലീനിങ്ങിനെ വിളിക്കുക. കുറച്ചും കൂടെ ഇതൊക്കെ കുറച്ച് മോഡേൺ പരിപാടി ആയതുകൊണ്ട് ഡീപ്പ് ക്ലീനിങ് അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും വിളിച്ച് നല്ല രീതിയിൽ വീട് വൃത്തിയാക്കുക, ചെതലിന് മരുന്നടിക്കുക, അതൊക്കെ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട ഒരു സംഭവമാണ്. ആശുപത്രി കയറ്റി ഇറക്കി എനിക്ക് എന്തോ പോലെയാണ്. അപ്പോൾ മാക്സിമം എത്രയും പെട്ടെന്ന് ഒരു സ്ഥലം നോക്കുക. അല്ലാതെ എനിക്കറിയത്തില്ല എന്താണ് പറയേണ്ടതെന്ന്. ഇനി കൊച്ചിനെ എന്താണ് കടിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ എന്തെങ്കിലും അലർജി ആണോന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ദേഹം മൊത്തം പസ് പോലെയാണ് ഇരിക്കുന്നത്. സോ ഞാൻ ഒരു സെക്കൻഡ്, നിങ്ങളെന്തിനാ അറിഞ്ഞുകൂടാ പറയുന്നത്? ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ? ഏത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാലും പറഞ്ഞു തരുമല്ലോ. നമ്മുടെ നാട്ടിൽ അതിനുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, അല്ല ഇതിനുള്ള ഇതുപോലും അറിയാത്ത ഡോക്ടേഴ്സ് ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? അപ്പം ഞാൻ എന്തായാലും എനിക്കിത് ഫിഗർ ഔട്ട് ചെയ്യാതെ മോളെ ഈ വീട്ടിൽ ഇങ്ങനെ വെച്ചേക്കാൻ കൊള്ളില്ല. ഞാൻ 2 ആഴ്ച നോക്കി. ഇനി കൊച്ചിനിങ്ങനെ വയ്യാതാവുന്ന എനിക്ക് പാടാണ്. അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത്? അത് പറയുന്നില്ലല്ലോ. കൊച്ചിന് കൈ ഇരിക്കുന്ന നോക്ക്. നിങ്ങളുടെ വീട്ടിലെ കൊച്ചിന് കൈ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വീട്ടിൽ എങ്ങനെയാണ് കഷ്ടപ്പെട്ട് നിൽക്കുന്നത്? ഇത് പുതിയത് വന്നതായിരുന്നു രാവിലെ ആ ചോപ്പ്. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നിട്ട് കുട്ടികൾക്ക് ഇതേമാതിരിയുള്ളതൊന്നും വരുന്നില്ലല്ലോ. കാര്യമെന്ന് ഞാനിവിടെ കൊതുകുണ്ടോ എന്തുണ്ടെന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കൊതുകൊന്നും ഇല്ല. രാത്രി മൊത്തം ഞാൻ ഇരുന്ന് നോക്കിയത്, എന്താണ് പ്രശ്നമെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് കുഞ്ഞൊന്ന് ഓക്കെ ആവുന്നവരെ എങ്ങോട്ടെങ്കിലും മാറേണ്ടി വരും. അല്ലെങ്കിൽ ഇതിപ്പോൾ പോട്ടെ, കുറച്ചും കൂടെ ഒന്ന് ഫാസ്റ്റ് അടിക്കട്ടെ. സെക്കൻഡ് ഇനി അടുത്ത കുറേ പേര് പറഞ്ഞു വരുമായിരിക്കും, എൻ്റെ അമ്മൂമ്മേനെ കളഞ്ഞിട്ട് പോയാണെന്ന്. എനിക്കിപ്പോൾ ഇവിടെ കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു സെക്കൻഡ് ഗൈസ്. നാട്ടിൽ അമ്മൂമ്മേനെ നോക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നീ അവരെ കളഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വരുമായിരിക്കും. അതൊന്നും കുഴപ്പമില്ല. എനിക്കെൻ്റെ കൊച്ചിൻ്റെ കാര്യമാണ് ഇപ്പോൾ മെയിൻലി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ഡെയിലി കുഞ്ഞു കിടന്ന് അനുഭവിക്കുന്നത് എന്നെ കൊണ്ട് കാണാം. ഓക്കെ, നീട്ടുന്നില്ല. ഒറ്റ കാര്യം, ഈ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നത് തന്നെ ഞാൻ പറയുന്നു. ഇവർ പറഞ്ഞത് വിശ്വസിച്ചേനെ 100%. ഈ വീഡിയോയിൽ അമ്മൂമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞത് വിശ്വസിക്കാമായിരുന്നു. യെസ്, ഈ വീഡിയോയിൽ ഈ അമ്മമ്മയും കൂടെ കാരണം വ്ളോഗ് ചെയ്യുന്ന സമയത്ത് അമ്മ ഉണ്ടല്ലോ വീട്ടിൽ, അമ്മമ്മേനെ കൂടെ എന്താ കൂട്ടി വന്നിരിക്കുന്നത്. പിന്നെ ആൾക്കാർ ഇതൊന്നും പറയില്ലായിരുന്നല്ലോ. അവളുടെ കുഞ്ഞിന് വയ്യാണ്ട് അവൾ പോവുകയാണെന്ന് അമ്മമ്മയും കൂടി പറഞ്ഞാൽ പ്രശ്നം തീരില്ലേ? ബാക്കിയുള്ള വ്ളോഗുകളിലൊക്കെ അമ്മമ്മ വന്നില്ലേ? അന്നത്തെ വീഡിയോയിലടക്കം അമ്മമ്മേനെ കൊണ്ടുവന്നില്ലേ? ഇല്ലേ? ഇറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ. പിന്നെ നിനക്ക് നിൻ്റെ കുഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആണ്. സിന്ധുവിന് അവരുടെ മകളായ അഹാന ഇമ്പോർട്ടൻ്റ് ആണ്.
ഒരു കൊച്ചുമക്കളോടും പറയാൻ പാടില്ലാത്ത കാര്യമാണ് നിൻ്റെ അമ്മൂമ്മ ഹാനയോട് പറഞ്ഞത്. ആ സമയത്ത് സിന്ധു മകളുടെ കൂടെ നിന്നു. അതിനെല്ലാവരും കൂടി അവരെ വലിച്ചു കയറി സിന്ധു എന്ന മകൾ അല്ലെങ്കിൽ അമ്മ അനുഭവിച്ച വേദന നീയും ഇപ്പോൾ അനുഭവിക്കുന്നെന്ന് വിചാരിച്ചാൽ മതി. എനിവേസ് കുഞ്ഞിന് വേഗം ഭേദമാവട്ടെ. അഹാനയുടെ ഓൾഡ് വീഡിയോസിൽ പറയുന്നുണ്ട് തന്വി കുഞ്ഞുമായി വരും മുന്നേ ഹൗസ് ഡീപ് ക്ലീൻ ചെയ്യണമെന്ന്. അതുപോലെ പൊടി പിടിച്ച് നാശമായിട്ട് യെസ് പോകുമ്പോൾ അമ്മമ്മയെ തനിച്ചാക്കലിൻ്റെ ലൈഫ് ലോങ് കൂടെ നിന്ന് നോക്കണമെന്ന് വീരവാദം മുഴക്കിയതല്ലേ. ഇനി അത് മാറ്റിയാൽ നാണക്കേടാണ്. അമ്മൂമ്മയ്ക്കും അസുഖം വന്നാലോ. അതുകൊണ്ട് പോകുമ്പോൾ അവരെ കൂടി കൊണ്ടുപോകണേ. ഇവരെ സപ്പോർട്ട് ചെയ്ത സിന്ധു ഫാമിലി. തൻവി ഈസ് ഇൻ വാട്ട് ആർ സെറ്റ്. യെസ്. അപ്പോൾ ഇതാണ് സ്ഥിതി. സോഷ്യൽ മീഡിയ വീണ്ടും കത്താൻ പോകുന്നു. സോഷ്യൽ മീഡിയയിൽ തീയിട്ടു തൻവി സുധീർ ഘോഷ്. യെസ്. ഇനി ഇതിൽ വല്ല കമ്മ്യൂണിറ്റി പോസ്റ്റുകളെല്ലാം വന്നിട്ടുണ്ടോ നോക്കട്ടെ കേട്ടോ. സാധാരണഗതിയിൽ ഇവർ ഇതിൻ്റെ കൂട്ടത്തിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നതാണ്. ഞാൻ ആദ്യം നോക്കിയത് ഇവർ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടുള്ളതാണ്. കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടില്ല, അതല്ലോ, വേറെ ഒന്നുമില്ല. യെസ്, വി ഹാവ് ഡിസൈഡ് ടു ബ്രിങ് ത്രൂസ് ക്ലാരിറ്റി. ഓക്കെ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ. നിങ്ങളുടെ അഭിപ്രായം, വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കണ്ടു നിന്നവർ, താല്പര്യമുള്ളവർ എന്ന് മനസ്സിലാക്കുന്നു. ഇത്ര മാത്രമാണ്. വിഷയത്തിനനുസരിച്ചാണ്, ആൾക്കാർക്ക് ഇതിന് വേണ്ട അനുസരിച്ചുള്ള ടോപ്പിക്സാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതും കൊണ്ടുവരും ആൾക്കാർ. മറ്റവൻ്റെ ഇതിൽ ഒളിച്ചു നോക്കി കുറച്ച് ദിവസം ഒരു വ്യൂസും ഇല്ലാത്ത പിന്നെ ഫീൽഡ് ഔട്ടായി പോയിട്ടുള്ള പിന്നെ തനി ഗതി മങ്ങിപ്പോയിട്ടുള്ള ചില ഫാമിലി വ്ളോഗർമാരും ചില സഞ്ചാരിമാരൊക്കെ വന്നു. മില്യൺ വ്യൂസുള്ളവർക്ക് ഒരു വീഡിയോ ചെയ്താൽ 10,000 പോലും ഒക്കാത്തവർ വന്ന് പറഞ്ഞു. എന്തൊക്കെ ഒരു ഡയലോഗായിരുന്നു. അതാണ് ഞാൻ ആദ്യം മനോരമ ഓൺലൈൻ കാണിച്ചത്. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് നമുക്ക് അടുത്ത വീഡിയോ